പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തമറിയും വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ അവിടുന്ന് അനുവദിച്ചുവല്ലോ. വിശുദ്ധിയിലേക്ക് വളരുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആഗ്രഹത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൃപയാൽ ധാരാളമായി നൽകുമല്ലോ. നമുക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ നൽകണമേ. നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ നാം വായിച്ചുവല്ലോ. പരിശുദ്ധാത്മാവെ ആദ്യോടന്തം ഞങ്ങളെ നയിക്കണമേ. ബ്രാഹ്മച്ചൻ ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് അപേക്ഷിക്കും. പ്രാർത്ഥിക്കാം. ബാറക്കമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുന്ന മുഖം നിങ്ങളെ ഓർക്കുന്നു. ഒരുമിച്ച് ചേർന്ന് നിന്റെ സന്നിധിയിൽ നിന്റെ നാമത്തെ പാടി സ്തുതിപ്പാൻ, നിന്റെ വചനം കേൾപ്പാൻ, നിന്നോട് അപേക്ഷകളും യാചനകളും സമർപ്പിക്കുവാൻ ഒരു ദിവസം കൂടി ഞങ്ങളെ നീ അനുവദിച്ചു. ദൂരെയും ചാരയുമായിരുന്ന ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ ആവശ്യഭാരങ്ങളെയും ആഗ്രഹങ്ങളെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗങ്ങളാലും പ്രയാസങ്ങളാലും ദുഃഖങ്ങളാലും വലയുന്നവരെ ഓർക്കുന്നു. ഓരോരുത്തർക്കും വിവിധങ്ങളായ ആവശ്യഭാരങ്ങളുണ്ട്. അവയെല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നിനക്ക് സകലതും സാധ്യമാകുന്നു നിങ്ങൾ അറിയുന്നു. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ. ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്നവരെ ഓർക്കണമേ. അവരുടെ രോഗങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പഠന കാര്യങ്ങളിലും ജോലി കാര്യങ്ങളിലും എല്ലാം നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ജോലിക്കായി അന്വേഷിക്കുന്നവരെയും തിരുസന്നിധിയിൽ തരണം. ഓരോരുത്തർക്കും ആവശ്യാനുസരണം അവിടുത്തെ കൃപ നൽകുവാൻ നീ സമർത്ഥനാകുന്നു നിങ്ങൾ അറിയുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ബുദ്ധിയും വിവേകവും നൽകി അവിടുന്ന് സഹായിക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെല്ലാം അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. അഭിയന്ന തിരുമേനിയെയും ഭദ്രാസനത്തിന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നീ നൽകുന്ന കൃപകൾക്ക് നന്ദിയുള്ളവരായി ജീവിപ്പാനും ഞങ്ങൾക്കിടയാകണമേ. ഇന്ന് വചനം സംസാരിക്കുന്ന ദാസിയെ കൊച്ചുമയെ തിരുസന്നിധിയിൽ തരുന്നു. നിന്നിൽ നിന്ന് നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച വചനം സംസാരിപ്പാനോട് ഇടയാകുന്നു. കേൾക്കുന്ന ഞങ്ങൾക്കും അത് 30, 60, 100 മേനിയായി ഫലം കായ്പാനിടയാകുന്നു. ഈ ദിവസവും തുറന്നു വരുന്ന ദിവസങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതും സന്തോഷത്തിനും സമാധാനത്തിനുമായി തീരണമേ. വാങ്ങിപ്പോരെ അബ്രഹാമിനെ ഫലോസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ആദികാന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയസ് തിരുമേനിക്കും ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛനും മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൊച്ചമ്മമാർക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് ഇന്ന് ധ്യാനപ്രസംഗം നടത്തുന്ന സ്വപ്ന കുശുമിക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഷിക്കാഗോ റീജിയൻ ആണ് പ്രാർത്ഥന നയിക്കുന്നത്. ബെൽവുഡ് സെയിന്റ് ഗ്രിഗോറിയസ് ചർച്ചാണ്. അവരെയും പ്രത്യേകമായി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. യുദ്ധത്തിന്റെ എല്ലാം വേർപാട് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് കർത്താവ് സമാധാനം സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ യുദ്ധത്തിന്റെ പ്രയാസങ്ങൾ ഏറി വരികയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഇരിക്കാം. ദൈവത്തിന്റെ കർത്താവിന്റെ സമാധാനം എല്ലാവരിലും വ്യാപരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട അതുല്യാദീപം പാട്ടുപാടുന്നതായിരിക്കും. കേൾക്കാമോ? കേൾക്കാം. ഈശോ നീ ജീവനിൽ നിറയേണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ
കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിപോലുമാരൂപം. ഈശോ നീ എൻ ജീവനിൽ നിറയേണം. നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിപോലുമാരൂപം. തുളുമ്പുമെൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു. അനന്തമാം ജീവിതഭാരം ചുമന്നു ഞാൻ നിന്നു. പാദം പകരുമ്പോൾ തണലിൽ വരമായി നീ. ഹൃദയം ുമ്പോൾ അമൃതിനുറവായി നീ. എന്നാലും ആശ്രയം നീ മാത്രം എന്നാഥാ. ഉടയ്ക്കുകൻ കണ്ണീർ ഈശോ നീ എൻ ജീവനിൽ നിറയേണം. നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിപോലുമാരൂപം. ഈനാവിലെ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുമ്പോൾ 1000 സാന്ത്വനമായി ഉയർത്തുമല്ലോ നീ. ഒരു പൂമ്പോൾ പൂന്തേൻ കിനിയും കാറ്റിൻ കുളിരായി നീ എന്നെ തഴുകുമ്പോൾ. കാരുണ്യമേ നിന്നെ അറിയുന്നു എന്നാഥാ. നമിപ്പു ഞാനെന്നും ഈശോ നീ എൻ ജീവനിൽ നിറയേണം. നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിപോലുമാരൂപം. പ്രിയപ്പെട്ട അതുല്യാദീപനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. എല്ലാവരും വേദപുസ്തകം തുറന്നു വയ്ക്കണമേ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 1 Peter chapter 3 verses 8 to 22. പ്രിയപ്പെട്ട സാറ പുഴിക്കുന്നേൽ വായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സാറ പുഴിക്കുന്നേൽ. ബാറക്കുമോർ. തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നവരായിരിപ്പിൻ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ.
കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കുലുങ്ങുകയുമരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശദീകരിപ്പീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ച് പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പിൻ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്നുവെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ബാറഖുമോർ. പ്രിയപ്പെട്ട സാറാ കുന്നേലിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ കൗമ പ്രാർത്ഥനയും അനുഭവ പ്രാർത്ഥനയും ചെയ്യണമേ. പ്രാർത്ഥിക്കും. ബാറഖുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നവരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ നടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനയോദൃഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നെ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. എന്റെ വിശുദ്ധ റൂഹാ മൂലം ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായി കാരുണ്യവാനും സകലാശ്വാസത്തെ നൽകുന്നവനുമായ ദൈവമേ, നിന്റെ വിശുദ്ധ ശ്ലീഹന്മാരുടെ മേൽ തീമാവുകൾ പോലെ നിന്റെ വിശുദ്ധ റൂഹ വസിച്ചതായി നേരത്ത് നിന്റെ മുൻപാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ എന്നെ നീ യോഗ്യനാക്കിയിരിക്കൊണ്ട് നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവെ, പരിശുദ്ധ റൂഹായുടെ കൃപ എങ്കിലേക്ക് നീ കൽപ്പിച്ചയക്കണമേ. അതിനാൽ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സർവ്വമാലിന്യങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മീയ പ്രകാരം നടക്കുകയും ജഡമോഹങ്ങളെ നിവർത്തിക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ട് ആത്മീയ നടപടിയിലേക്ക് എന്നെ നീ മാറ്റണമേ. എന്റെ ആയുഷ്കാലമെല്ലാം വിശുദ്ധിയോടും നീതിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമേ, നിനക്ക് നീക്കും സ്തുതി ബഹുമാനവും യോഗ്യമാകുന്നു. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും അച്ഛന്റെ കുടുംബത്തെയും അച്ഛന്റെ
ഇടവകയും പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടൊത്ത് നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിതാ പ്രാർത്ഥനയിലെല്ലാം നാം ഇരിക്കുന്ന ഇടമല്ല, നമ്മുടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇടവക, നമ്മുടെ രാജ്യം, നാം വിട്ടുവന്ന രാജ്യം, ലോകമെമ്പാടുമുള്ള മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ട് പാടുന്നത് പ്രിയപ്പെട്ട കെ അലക്സാണ്ടർ പാട്ട് പാടുന്നു. സർവ സൃഷ്ടികളും നന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ചോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥിനെ. ഈ ചോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥിനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. ലംഘനങ്ങളും കൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ. ലംഘനങ്ങളും അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരുത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിടുമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തൻ്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തൻ്റെ ശ്രേഷ്ഠോപദേശവും തന്നു. അത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. അത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. പ്രിയപ്പെട്ട കെ അലക്സാണ്ടറിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. വചനം സൗഖ്യമാക്കുന്നതും ശുദ്ധീകരിക്കുന്നതുമാകുന്നു. പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കൊച്ചുമയുടെ നാമോടുകൂടിയും പരിശുദ്ധാത്മാവെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മാത്രമല്ല, ഇന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഇന്ന് വരാൻ സാധിക്കാത്തവർക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്ക് വചനം അനുഗ്രഹമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട കൊച്ചുമയെ ഒന്ന് സ്വാഗതം ചെയ്യണമേ എന്ന്
അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകം നെഗറ്റീവുകളുടെ ലോകം എന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ചില ഉപദേശങ്ങൾ, ഇതൊന്നും നടക്കത്തില്ലെന്ന്, ഇതൊന്നും പറ്റത്തില്ലെന്ന്, നിങ്ങളെ കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല, അല്ലെങ്കിൽ ചില ആളുകൾ സ്വയം പറയും എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ എവിടെ തിരിഞ്ഞാലും അങ്ങനെ, എത്ര നന്മ കണ്ടാലും അതിൻ്റെ അകത്തൊരു നെഗറ്റീവ് കാണാതെ ഒരു സന്തോഷം നമുക്ക് പൊതുവേ ഇല്ല. 3 തവളകളുടെ ഒരു കഥയുണ്ട്. 3 തവളകൾ ഒരു കിണറ്റിൽ വീണു. കിണറ്റിൽ വീണപ്പം ഒരു തവള പറഞ്ഞു, ഇനി നമുക്ക് രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല, നമ്മൾ ഈ കിണറ്റിൽ തന്നെ കിടന്ന് ചാകത്തേ ഉള്ളൂ. രണ്ടാമത്തെ തവള അത് തന്നെ പറഞ്ഞ് 2 പേരും കൂടെ വലിയ സന്തോഷത്തോടെ അതിൻ്റെ അകത്തം കിടന്നു. മൂന്നാമത്തെ തവള ചാടി 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 പല പ്രാവശ്യം ചാടി ഇതിന്റെ മുകളിലെത്തി. എന്താ കാരണം എന്നറിയാം? മൂന്നാമത്തെ തവളയ്ക്ക് ചെവി കേൾക്കത്തില്ലായിരുന്നു. ഇവര് പറഞ്ഞതൊന്നും മൂന്നാമത്തെ തവള കേട്ടില്ല. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ചില സമയത്ത് ഈ നെഗറ്റീവുകൾ മാറ്റി വെച്ച് കേൾക്കാതെ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിലേ പറ്റത്തു. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പോലും നമുക്കറിയാം, പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില പള്ളികളിലൊക്കെ ഇരിക്കുമ്പോൾ, നാട്ടിലൊക്കെ ഞാൻ ഒരുപാട് പള്ളികളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ നാട്ടിലൊക്കെ പള്ളികളിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ, അച്ഛാ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എന്തിനാ വെറുതെ. പക്ഷെ അങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പല കാര്യം ആളുകളോട് പറയും, അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ആളുകൾ പറയും, അച്ഛാ അതൊന്നും രക്ഷയില്ല എന്നൊക്കെ നമ്മൾ പറയും, പലപ്പോഴും പറയും. പക്ഷേ ചില സമയത്ത് അതൊന്നുമില്ലാതെ മുൻപോട്ട് വെക്കുന്ന കാലുകൾ ഭംഗിയായി മുൻപോട്ട് വെച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമുക്കെല്ലാം ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഓടുന്ന ആളുകളും മറ്റ് ഈ സൈഡിൽ നിൽക്കുന്ന ആളുകൾ, ഫുട്ബോൾ കളിക്കുന്നവരായാലും ക്രിക്കറ്റ് കളിക്കുന്നവരായാലും ജനത്തിന്റെ ശബ്ദത്തോട് ഒരിക്കലും പ്രതികരിക്കാൻ പോകത്തില്ല. അവർ ചെയ്യുന്ന കാര്യം മാത്രം ചെയ്യത്തുള്ളൂ. സോക്കർ കളിക്കുമ്പോൾ നമുക്കറിയാം, ആളുകൾ ഭയങ്കരമായിട്ട് ഓരോന്നോരോന്ന് വിളിച്ചു പറയും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അവർക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് അവരുടേതായ ലക്ഷ്യമുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ലക്ഷ്യസ്ഥാനത്തെ നോക്കി നമുക്ക് മുൻപോട്ട് നീങ്ങാൻ കഴിയുമെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവുകൾ ഒത്തിരി ഒഴിവാക്കാൻ സാധിക്കും. അതിനെ കേൾക്കാതെ നമ്മൾ മുൻപോട്ടങ്ങ് പോയാൽ പലതും നമുക്ക് സാധിക്കുകയും ചെയ്യും, നമ്മുടെ ജീവിതം ഭംഗിയായി തീരുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടു പോകും, ഇടയ്ക്ക് വെച്ച് തളർന്നു പോകും. അതുകൊണ്ട് നല്ലത് മാത്രം കേൾക്കാനും ആ നല്ലതിനെ സ്വീകരിക്കാനും നല്ലതിനോടൊന്നിച്ചു പോകാനും നമുക്ക് കഴിയണം. ചുറ്റുപാടും കേൾക്കുന്ന അപശബ്ദങ്ങളല്ല, ദൈവശബ്ദവും നന്മയുടെ ശബ്ദവും മാത്രം കേട്ട് മുൻപോട്ട് പോകുന്നവർക്ക് മാത്രമേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്ന പ്രിയപ്പെട്ട സ്വപ്ന കൊച്ചമ്മയാണ്. സ്വപ്ന കൊച്ചമ്മയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കൊച്ചമ്മമാരുടെ നേതാവാണ്. മാത്രമല്ല പ്രിയപ്പെട്ട സജീവച്ചന്റെ കൊച്ചമ്മയാണ്. അത്തരത്തിൽ നമുക്കെല്ലാം വേണ്ടപ്പെട്ട അറിയുന്ന ഒരാളാണ്. ജോലി തിരക്കുകളുടെ ഇടയിലും മറ്റൊരുപാട് കാര്യങ്ങൾ ഈ അടുത്ത സമയത്തും നമ്മുടെ എക്വഡോർ മിഷനൊക്കെ നേതൃത്വം കൊടുക്കാൻ പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്ക് സാധിച്ചു. അത് വലിയ അനുഗ്രഹമായിരുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. കൊച്ചമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. സമയം കണ്ടെത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മയെ ഇന്ന് നമുക്ക് ലഭിച്ചതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട കൊച്ചമ്മയെ വളരെ സ്നേഹപൂർവ്വം MMBSന്റെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. In the name of the Father, Son, and the Holy Spirit, let the words of my mouth and the meditation of my heart be acceptable in thy sight. Today I want to talk and emphasize on our Lord's Great Commission. In Matthew chapter 20, where Jesus instructs his disciples to go and make disciples of all nations,
baptizing them and teaching them to obey everything He has commanded. How can we as Christians practice this great commission? There are a few things we can do as common people. There are a few things Achins can do. There are a few things. Everybody has their talents in their respective ways. By sharing our faith, നമ്മുടെ വിശ്വാസം ഷെയർ ചെയ്യാൻ പറ്റും നമുക്ക്. Sometimes just being a human present. അച്ഛൻ പറഞ്ഞ പോലെ few years I was leading Christian. This year onwards we have 2 other Christian leading the group. Southwest Diocese once in a month we doing a book study. And I want to share something about this book. How to be a healing presence. I'm sorry, Kachama, we cannot hear you. Oh. Sorry. Yeah, it's fine now. It's fine now. It's okay now. Okay. The past few months, the Kochamas of Southwest Diocese was doing a book study, and I want to share a few insights about this book. This book is called Becoming a Healing Presence by Albert Rossi. How can we be a healing presence in our community? Our Christian life must be rooted in love, and our interactions must uplift others, providing strength and hope. Everything we talk must uplift others. ശ്രദ്ധയോടെ അളന്ന് സംസാരിക്കണം. ചിലപ്പം we shouldn't make some random comments which could hurt people and maybe even bring them down. How could we be a healing presence in physical, emotional, and spiritual aspects? ഇതാണ് ആ ബുക്കിന്റെ summary. I want to talk to you about few small steps, simple steps. As an Orthodox Malayali community, how can we be a healing presence to our community? Chalapam, just to by an active listener, by being an active listener, how can we be an active listener? Sometimes it's just a phone call or a short visit to the family or just an evening walk with a group of people. You can help by being a quiet listener to a group of people who just need somebody to talk to. Sometimes a smile, a warmth and love to your neighbors. Ravle enicha, to be happy, smiling at home, to your families and to your colleagues is also an important gesture. Simple acts of kindness. Film appears that apple has been coated in petroleum wax. Bananas, if the stem is still green, it was picked raw and gassed. A real banana has a brown stem. Hello? Okay, കേൾക്കാം അച്ഛനെ. അച്ഛൻ ഇടയ്ക്ക് നിന്ന് പോയായിരുന്നോ? ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആയിരുന്നു. കുഴപ്പമില്ല. Okay. I was just telling about how we can help our fellow community by being, in many ways, by being a healing presence. എങ്ങനെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. One is by being a good active listener, by making a phone call, chalapam, just by visiting a family, or even just going for an evening walk, where you can build a communication. We can just be active listeners. Sometimes it is just a kind action by sharing a meal. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി രുചികരമായിട്ട് ഉണ്ടാക്കുമ്പം ഒരു മീൽ ഒരിച്ചിരി എടുത്തിട്ട് നമ്മുടെ അറിയാവുന്നവർക്കോ anybody who is sick or lonely or grieving or just a random friend, sharing a meal is a good kind act. Sometimes I would say a lot of them have different talents like gardening,
knitting അറിയാവുന്നവരുണ്ട്, ടൈലറിങ് അറിയാവുന്നവരുണ്ട്. ചിലപ്പോൾ ഒരാളെ ആ സ്കിൽസ് കൂടെ ഒന്ന് പഠിപ്പിക്കുമ്പം ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് ഒരു ഗാർഡനിങ് ടിപ്സ് ഒക്കെ കൊടുക്കുമ്പം സന്തോഷം. ചിലപ്പോൾ ഒരു പ്ലാന്റ് ഷെയർ ചെയ്യാം, ചിലപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസ് ഷെയർ ചെയ്യാം. ദീസ് ആർ ഓൾ സം കൈൻഡ് ജെസ്റ്റേഴ്സ് വിച്ച് യു ക്യാൻ ഡു ടു യുവർ കമ്മ്യൂണിറ്റി, to your neighbors, to anybody who you come across. I recently realized നമ്മുടെ ഡയസിസിൽ ഒരു LRD ആപ്പ് ഉണ്ട്. 50% of our young generation also still are not aware of this LRD app. നമ്മുടെ ഫോണിൽ ആ LRD app, it is a library of all our prayers, Orthodox prayers. It is a voice recording of all the prayers. There are so many things you can do. You can pray along, you can read, you can have your Bible on that LRD app. So sometimes even sharing resources like LRD apps among our community is also a great service to the community. Sometimes even WhatsApp, ചില ഓൾഡർ ആൾക്കാർക്ക് നാട്ടിലുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അറിയത്തില്ല, അവരുടെ ഫോണിൽ ഒരു വാട്സാപ്പ് ഇല്ല. You can help them install a WhatsApp, connect them with family and friends. Simple gestures of kindness which makes them happy. Sometimes putting a movie for an older person, അവരെ ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു നല്ല മൂവി അവരുടെ ഫോണിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ afternoon will be a nice pleasant afternoon. Sometimes putting on some sermons on YouTube also is helpful. Setting up, I have met a lot of older people who have told me like, oh, എൻ്റെ ഫോണിൽ എൻ്റെ കൊച്ച് യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്ത് തന്നുകൊണ്ട് ഞാൻ എത്ര പ്രസംഗം കേൾക്കുന്നു. See, these are few things which as children or as neighbors we can do for our community. I just want to share a small quote by Thomas Scott Dale, that each one of us must develop a clear sense of direction. A person with a clear purpose will make progress even if the road is rough. When a person has no clear purpose, he will not make any progress, even on the smoothest road. Sometimes namakku clear purpose ulla life aanengi, a purposeful Christian life will help us lead a good Christian life. Achan was talking about the Ecuador trip. I want to share a small message about what before I end this message, about the mission trip to Ecuador in June 2026 with the leadership of our bishop, His Grace Thomas Marivanius, and Rajiv Hatcher Achin, who's been working tirelessly back and forth, going to Ecuador, teaching people service and everything, translating everything into Spanish. He's been doing a great job. Like 13 of us from different states, different cultures, random everybody decided to go for this as one family together to serve Christ in Ecuador community, spreading the message of hope, love, and also providing health services. We had 3 doctors, few nurses. We were able to provide health services, dental services to our community in Ecuador. I also want to reflect on this journey, the spirit of Great Commission in our everyday lives. Let us strive to be hands and feet of Jesus Christ, reaching out to those in need, sharing our talents, and building relationship that reflects God's love. I encourage each one of you to consider how you and I, or each one of us, can respond to this call in our own life, whether through service or by sharing our talents or simply being a healing presence. Thank you all. Thank you for allowing me to share my experience and share a few words.
Let us continue to embrace the Great Commission and make a lasting memory in our life. Thank you. Thank you all. ടീച്ചറുടെ കോശത്തില് ഒക്കത്തിലാണ്. ഒന്നുകൂടെ പറഞ്ഞ അച്ഛൻ. It was not me. Someone talked. Okay. Was that a question? No, I don't know. It's okay. No. Please mute yourself. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. Please mute yourself. മറ്റൊരാൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അൺമ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. We have to mute every time. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ പ്ലീസ് കീപ് മ്യൂട്ടഡ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. Okay, Kochama, thank you for the sweet and short message. It is short and sweet. That's what the title of the message is. Two things Kochama reminded us: the ministry of presence and to be with others. ഇത് രണ്ടും നമുക്കെല്ലാം വളരെ ആവശ്യമുള്ള കാര്യമാണ്. മറ്റുള്ളവർക്ക് മാത്രമല്ല, നമുക്ക് ആവശ്യം. ആരെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും കൂടെ ഉണ്ടെന്ന് തോന്നുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു. കേരളത്തിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു. 2 കൊച്ചു കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്തു. അവരെഴുതി വെച്ചിരിക്കുന്ന ഒരു നോട്ട്, അവരെഴുതി വെച്ചിരിക്കുന്നത്, ഞങ്ങളെ കാണാൻ ആരുമില്ല, ഞങ്ങൾ പലയിടങ്ങളിലും മുട്ടി, ഞങ്ങളെ കാണാൻ ആരുമില്ല, ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ ആരുമില്ല. Why is this happening? നമ്മുടെ ക്രിസ്ത്യൻ ഫാമിലീസിന്റെ ഏറ്റവും വലിയൊരു നന്മ പഴയ കാലങ്ങളിൽ അതായിരുന്നു. എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള ബോധ്യം. അത് നമ്മളെ പലപ്പോഴും മറക്കാൻ ഇടയാകാത്ത വിധത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മളെ ശക്തീകരിക്കാൻ ഇടയാകട്ടെ, നമ്മളെ ബലപ്പെടുത്താൻ ഇടയാകട്ടെ. ദൈവം നമ്പുരാൻ നമ്മളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. പ്രിയപ്പെട്ട കൊച്ചുമ്മയുടെ എക്വഡോർ മിഷൻ, ചുമ പറഞ്ഞു, what did they do there? They had a team to work there. Different departments. എല്ലാവരും കൂടി ചേർന്ന് അവിടെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ അവർ ശ്രമിച്ചു. That's a great thing. ആരുമില്ല എന്ന് തോന്നാത്ത ഒരു സമൂഹമായി അവരെ മാറ്റി, ഞങ്ങൾക്ക് നിങ്ങളുണ്ട് എന്ന് അവർക്കൊരു പ്രസൻസ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. Thank you, Kochama, for your presence, for your words and the deeds which you did in the Ecuador mission, for the church, for the diocese. May God bless you all. Thank you, Achan, Kochama and കുഞ്ഞുങ്ങൾ. എല്ലാവരെയും ദൈവം നമ്പരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. MMVSന്റെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസസിനുള്ള എല്ലാ നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കൊച്ചിനെയും കുഞ്ഞുങ്ങളെയും ബഹുമാനപ്പെട്ട അഭ്യച്ചൻ പറഞ്ഞതുപോലെ അവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമേൽ കൂടി തന്ന ദൂത്, കർത്താവ് ലോകമൊക്കെയും നാം പോയി സാക്ഷികളാകണം എന്ന് പറഞ്ഞപ്പോൾ ദിവസവും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധനയും കുട്ടാശയും പങ്കെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഒരു കൊച്ചു ചിരിയിൽ, അതേപോലെ ഒരു ദിവസത്തെ ജീവിതത്തിന്റെ പല പ്രവർത്തനങ്ങളിൽ കൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാവുന്ന സ്നേഹം, നമ്മുടെ സാന്നിധ്യം, ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു ചെയ്തത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ
നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ അയൽവക്കത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, കുഞ്ഞുങ്ങളാണെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് പോയി, കൊച്ചുമ പോയ സ്ഥലത്ത് കിടവറിൽ പോയപ്പോൾ അവിടെ ഒരു ടീമായിട്ട് പോയപ്പോൾ നമുക്ക് തന്ന താലന്തുകൾ കൊണ്ട് വാട്ടവർ നമുക്ക് എന്ത് തന്നിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ അതും കർത്താവിന്റെ സാക്ഷികളാകുവാൻ, കർത്താവിന്റെ സ്നേഹം നമ്മളോട് പങ്കിടാനുള്ള മറ്റൊരു മാർഗമാണെന്നുള്ളത് നമ്മളോട് ഷെയർ ചെയ്യുകയായിരുന്നു. നമുക്കൊക്കെയും പ്രാവർത്തികമാക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തതുപോലെ ഇന്ന് സ്നേഹം അന്വേഷിച്ചും ഏകാന്തതയിൽ വിഷമിക്കുന്നവരെ പലവിധ ഭാരങ്ങളും ആരോടും പറയാൻ വയ്യാതെയും പറഞ്ഞാൽ പ്രയോജനമില്ലാത്ത അനേകം കാര്യങ്ങളുമായിരിക്കും വിഷമിക്കുന്ന ഓരോ വ്യക്തിയോടും നമ്മുടെ ഒരു സ്മൈല് അല്ലെങ്കിൽ ഒരു സ്നേഹ അന്വേഷണം അവർക്ക് പരിഹാരമാകും, അവരെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്നുള്ളത് നമുക്ക് വ്യക്തമായി. നമുക്ക് ഒരു ദിവസം നേരം എടുത്താൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇനി നമുക്കും പ്രാർത്ഥനയോടുകൂടി ആലോചിക്കാം. ഇങ്ങനെ കൂടി വരുമ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെ സാധിക്കും നമുക്ക് ദൈവം കാണിച്ചു തരും. നമുക്ക് പ്രാർത്ഥന തുടരാം. എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. 118 ആളുകളാണ് ഒന്നിച്ചു വന്നത്. ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ടും എല്ലാവരെയും ഒരുമിച്ച് പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ടും വരാൻ സാധിക്കാത്തവരെയും ലോകമെമ്പാടുമുള്ള മക്കളെയും സമർപ്പിച്ചുകൊണ്ടും കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്തതുപോലെ നിങ്ങൾ ലോകമെമ്പാടും പോയി എൻ്റെ സാക്ഷികളാകുവാൻ ഇറങ്ങി നടന്ന് എല്ലായിടത്തും പോയി സാക്ഷികളാകാൻ സാധിക്കില്ലെങ്കിലുള്ള അവസ്ഥയിൽ നമുക്ക് കർത്താവിന്റെ സാക്ഷികളാകാം. പരിശുദ്ധ അബ്ബാവാതിരുമേനെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. സഭയെ നയിക്കുവാനുള്ള എല്ലാ കൃപകളും പരിശുദ്ധാത്മ കൃപകൾ കൊടുക്കണമെന്ന് യാചിക്കാം. എല്ലാ സഭാ നേതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ അഭിഷിക്ത തോമസ് മതിയാനിസ് തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡയസിസിനെ നയിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാ തിരുമേനിമാരെയും, എല്ലാ അച്ഛന്മാരെയും, എല്ലാ വൈദിക ശ്രേഷ്ഠ, അതേപോലെ തന്നെ എല്ലാ ഇടവക പുരോഹിതന്മാര്, കൊസ്മമാര്, സിസ്റ്റർമാര്, ദൈറ പുരോഹിതന്മാര്, എല്ലാ ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ച് എല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കാം. ആത്മീയ സംഘടനയുടെ നേതാക്കന്മാര്, മർത്തമറിയൻ സമാജം ഭാരവാഹികള്, നടക്കാൻ പോകുന്ന ആനുവൽ കോൺഫറൻസ്, ആൾട്ടർ ബോയ്സ്, സെമിനേറിയൻസ്, എല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. അതേപോലെ തന്നെ അല്ലാത്ത ജോലി വഹിക്കുന്ന എല്ലാവരും, ഈ വലിയ ജോലിയുണ്ട്, അവർക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. വെല്ലുവിളികൾ നേരിടുന്നതായിട്ടുള്ള പ്രവർത്തനത്തിനാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ വിമർശിക്കാൻ എളുപ്പമാണ്. ഒരു വീഴ്ച വന്നാൽ അതിനെ വിമർശിച്ചുകൊണ്ട് നടക്കാതെ അവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കണ്ണീരോടെ പ്രാർത്ഥിക്കാം. അതുപോലെ ഇപ്പോൾ ഈ കൊടുമ്പിരിക്കൊള്ളുന്ന യുദ്ധം, ഭരണാധികാരികളോട് കരുണ ചെയ്യണമേ. വേർപാടുകളിൽ അടിച്ചു ഇടിച്ചു കളഞ്ഞ് സമാധാനം കൊണ്ടുവന്ന കർത്താവിനോട് അപേക്ഷിക്കാം. നമുക്ക് ഈ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ നടക്കുന്നതായിട്ടുള്ള വിഷമം, ഭരണാധികാരികളോട് കരുണ ചെയ്യണേ ദൈവമേ, യുദ്ധത്തിൽ നിന്ന് ഈ ജനങ്ങളെ മോചിപ്പിക്കണമേ. നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കുടുംബത്തിന്റെ സമാധാനം, ഇടവകയുടെ സമാധാനം, സഭയുടെ സമാധാനം, രാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി യാചിക്കാം. രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിനെ സമർപ്പിക്കാം. അഭിഷിക്തരും അല്ലാതെയുമായ എല്ലാവരും, അച്ഛനെ, PC വർഗീസ് കോർബിസ്കോപ്പ, എം.എ. കൊച്ചമ്മ, ഇവാൻ ദേവ് ബ്ലഡ് ക്യാൻസർ ആയിരിക്കുന്ന 2 മക്കളാണ്. ജോളി തോമസ് ലങ് ക്യാൻസറായി ഡയഗ്നോസ് ചെയ്ത ജോളി തോമസിനെ ഓർക്കുന്നു. ഗ്രേസി ജോളി കീമോ ആരംഭിച്ചവരാണ്. നീ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന ലീല അയ്യപ്പനെ ഓർത്ത് പ്രത്യേകമായി സ്തോത്രം ചെയ്യുന്നു. കുര്യനച്ചായനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു അച്ഛൻ്റെ കുടുംബം, ഒരു കുഞ്ഞിന്റെ വിഷമം മാത്രമല്ല, ഫാമിലി മൊത്തം വിഷമം അനുഭവിക്കുന്ന അജിത് ഈപ്പൻ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതേപോലെ കുഞ്ഞുങ്ങൾ പലവിധത്തിൽ എല്ലാ ഡിസേബിൾഡ് ആയിട്ടും ഡിഫറൻഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുമായിരിക്കുന്ന അനേകം അച്ഛന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്. എല്ലാവരും ദൈവസന്നിധി ഒരുപോലെ സമർപ്പിക്കുന്നു. കൈകാര്യം ചെയ്യാനുള്ള കൃപയോടെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കൊടുക്കണമേ, കുടുംബത്തിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെഞ്ചി അച്ഛൻ ഡയാലിസിസിന് ആയി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന ബെഞ്ചി അച്ഛനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബെസ്ലിയുടെ അമ്മയെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരെ ദൈവസന്നിധി വെച്ചപ്പോൾ അനേകം മക്കളുടെ റിക്വസ്റ്റ് ഉണ്ട്. സൗഖ്യം ലഭിച്ചവരും അല്ലാത്തവരുമായ അനേകരുണ്ട്.
തമ്പുരാന്റെ ഹിതത്തിന് വേണ്ടി കർത്താവ്, അധികാരവും ശക്തിയുമുള്ള കർത്താവ് എല്ലാറ്റിനും പിതാവിന്റെ ഹിതത്തിന് സമർപ്പിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ രോഗാവസ്ഥയിരിക്കുന്ന എല്ലാ മക്കളെയും പിതാവിന്റെ ഹിതത്തിന് സമർപ്പിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം ലഭിക്കാനും വചനം അയച്ച് സൗഖ്യം ലഭിക്കാനും കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും കർത്താവിന്റെ നോട്ടം കൊണ്ടും സൗഖ്യം ലഭിച്ചവരും കർത്താവിന്റെ ഒരു വാക്കുകൊണ്ട് സൗഖ്യം ലഭിച്ചവരും എല്ലാവരെയും അതിനായിട്ട് സമർപ്പിക്കുന്നു. സ്തോത്രം. കഠിന പരീക്ഷകളിൽ അകപ്പെട്ടിട്ട് വിശ്വാസം ഉപേക്ഷിക്കാൻ ഇടയുള്ള അനേകം മക്കളുണ്ട്. അവരെ ഓർത്ത് നമ്മുടെ തൂതനിൽ എപ്പോഴും പ്രാർത്ഥനയിൽ വയ്ക്കുന്നതാണ്. അനേകം കഠിന പരീക്ഷകളിലാണ്. അവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ധാരാളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കും. പരീക്ഷകളിൽ പരാജയപ്പെടാതിരിക്കാൻ ദുഷ്ടനിൽ നിന്ന് രക്ഷപ്പെടണമേ എന്ന് പാപപരിഹാരവും വിശുദ്ധിയും നൽകും. ഓരോരുത്തരും നന്ദി പറഞ്ഞു. ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരും ഒരേ ആത്മാവിൽ വന്നിരിക്കുന്നു. കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് വിശുദ്ധിയിലേക്ക് അടിയങ്ങളെ വളർത്തണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ അല്ലാത്ത ആവശ്യങ്ങളും കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. ആവശ്യങ്ങൾ നിരത്താനല്ല നാം പ്രാർത്ഥനയ്ക്ക് വന്നത്, വിശുദ്ധിയിലേക്ക് വളർത്തണമേ പിതാവെ, അവിടുത്തെ ഹിതം ഞങ്ങൾ നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കാം. ബർത്ത്ഡേസ് ആയിരുന്ന ജോയാന, അഞ്ജന, ഈ മക്കളെ എല്ലാ ബർത്ത്ഡേസ് ആയിരുന്ന മക്കളെയും സ്തോത്രത്തോടെ ഓർക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന എല്ലാ മക്കളെയും സ്തോത്രത്തോടെ ഓർക്കുന്നു. മാനസിക രോഗമായിരിക്കും, കടബാധ്യത, ജോലിയുടെ തടസ്സം, വിവാഹ തടസ്സം, ജയിൽവാസം അനുഭവിക്കുന്നവര്, ആതുരാലയങ്ങളിൽ പ്രവർത്തിക്കുന്നവര്, അനാഥർ, വിധവമാർ, വിഭാര്യർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഉപേക്ഷിക്കപ്പെട്ടവർ, വിശ്വാസമില്ലാത്തവർ, ഞങ്ങളെ വേദനിപ്പിച്ചവര്, നമ്മളാൽ വേദനിക്കപ്പെട്ടവര്, ശത്രുതയിൽ കഴിയുന്നവര്, വചന ശുശ്രൂഷ ചെയ്യുന്നവര്, ഇവരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മിഷണറിമാരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതേപോലെ ഭയം, ഉത്കണ്ഠ, ആത്മഹത്യ പ്രവണത ഉള്ളവരെ നമുക്ക് സമർപ്പിക്കാം. കാഴ്ചയില്ലാത്തവരെ, കേൾവിയില്ലാത്തവരെ, സംസാരിക്കാൻ കഴിവില്ലാത്തവര്, ശരീരവൈകല്യങ്ങള്, ബുദ്ധിവികാസമില്ലാത്തവരെല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ജയിൽവാസം അനുഭവിക്കുന്നവര്, നിരപരാധികളായിരിക്കും, കള്ളസാക്ഷിയും കള്ള തെളിവുകളും ഉപയോഗിച്ച് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ ആ റെസ്പോൺസിബിലിറ്റി മാറുന്ന കള്ളമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. നീതിപീഠം പോലും എപ്പോഴും അവരുടെ നീതി പുലർത്താത്ത അവസ്ഥകളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ സമയത്ത് ഡീക്കൻ സോളമൻ, ഡീക്കൻ റായൻ ഇവരുടെ ആ ഓർഡിനേഷനെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. റൂബേൻ, ദിയ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നവർ, കോശി, ഏലിയാസ് ആൻഡ് ആൻ എൽസാഹത്ത് സ്തോത്രം ചെയ്യുന്നു. അനേകം പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുന്ന എല്ലാ മക്കളെയും, പീഡ അനുഭവിക്കുന്നവരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ട്രാവൽ ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ജീവിക്കുന്നവരും അവിടെ നിന്ന് യാത്ര ചെയ്യുന്നവരും വാഹനം ഓടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ വാഹനം ഓടിക്കുന്നവരെ, കഠിനാധ്വാനം ചെയ്യുന്നവരെ, ജോലിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ എല്ലാവരെയും ഓർക്കുന്നു. ഗീത എന്ന ജോലി ലക്ഷ്യം അനുഭവിച്ച് ഇതിൽ നിന്ന് അല്പം കരകയറാൻ സാധിച്ചു ഓർത്തോളെ സ്തോത്രം ചെയ്യുന്നു. ലിയ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജെറിയെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജനറേഷനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലഹരിയുടെ മറവിൽ ഏത് അതിക്രമവും ചെയ്യുന്നത് എപ്പോഴും നമുക്ക് കേൾക്കുന്നുണ്ട്. ദൈവമേ, അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവരണമേ. അതിൻ്റെ എല്ലാ വിരുദ്ധ പ്രവർത്തനങ്ങളോടും കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത സമയത്ത് കേൾക്കാനിടയായ ഒരു വലിയ സത്യം, സൺഡേ സ്കൂൾ അഭ്യസനം എല്ലാം കഴിഞ്ഞ് ഒരു എത്തിസ്റ്റായിട്ട് മാറുന്ന ഒരു പ്രവണത, എന്തിൻ്റെയും വൈ, ഇതിൻ്റെ എല്ലാം വൈ എന്നുള്ള ഉത്തരം കിട്ടാതെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ മക്കളായി ഇരിക്കില്ല എന്ന ഒരു പ്രവണത കേൾക്കുന്നു. അവർക്ക് വേണ്ടി മുട്ടിപ്പായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബുദ്ധിക്കും അതീതമായിട്ടുള്ള ദൈവശക്തിയിൽ വിശ്വസിക്കാനുള്ള കൃപ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് റിക്വസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുണ്ട്. 2 ആൻമാർ, 2 എലിസബത്ത്, ആൽബിറ്റ്, എബിൻ, ലോറൻസ്, ആന, കാരളിൻ, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജസ്റ്റിൻ, ഈ കാലികമായിട്ടുള്ള പല പല പ്രശ്നങ്ങള്, ഡിസബിലിറ്റീസ്, സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉള്ളതുപോലെ ഭാവി എന്താണെന്ന് അറിയാതെ വിഷമിക്കുക, മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് തോൽവി അടയുക,
അതിനകത്ത് ഡിപ്രഷൻ, സൂസൈഡ്നെസ് ഒക്കെ ഉണ്ടാകും. ഈ സമയം എന്താ ചോദ്യം ചെയ്യാതെ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ശക്തിക്കും ഒക്കെ അതീതമായിട്ടുള്ള ദൈവശക്തിയിൽ ആശ്രയിക്കാനുള്ള ആ കൃപ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും നമ്മുടെ കണ്ണുനീർ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോകണം. വിശദീകരിക്കപ്പെടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ ആഗ്രഹിക്കുന്ന കരിഷ്മ, സൗമ്യ, മഞ്ജു, മോളി, മായ, മെലീസ, മേഴ്സി, മാർലിൻ 1, മാർലിൻ 2 ഇവിടെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ലഭിച്ചവരെ ഓർത്ത് സ്തോത്രിച്ചു. ഡിഫിക്കൽട്ട് പ്രഗ്നൻസിയിലായിരുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വന്ന് അതിൽ ഗിഫ്റ്റ് ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞിനെ ഫേബാൻ്റെ സ്തോത്രം ചെയ്യുന്നു. മെറിൻ ഒരു കുഞ്ഞ്, മെറിയം അവൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അതേപോലെ ഉള്ള ഡിഫിക്കൽട്ട് പ്രഗ്നൻസി ഇരിക്കുന്ന എലീഷുബ, മെലീസ, ഫേബ, ആർലിൻ, അലീന, ഗീതു, നിഷ, ക്രിസ്റ്റ ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ വഹിക്കുന്നു. സെറിൽ, താര, മിന്നു, ജെറമി, അനേക മക്കളുണ്ട്. അവരെല്ലാവരും ദൈവസന്നിധിയിൽ വഹിക്കുന്നു. തക്ക സമയത്ത് തുണയെ കണ്ടെത്തുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ദുഃഖിക്കുന്ന മക്കളെ ദൈവസന്നിധിയിൽ വഹിക്കുന്നു. പൗലോസ് തിരിയൻ ബാവ തിരുമേനിയുടെ ഓർമ്മയായിരുന്നത് അദ്ദേഹത്തിന്റെ മധ്യസ്ഥം യാചിക്കുന്നു. ഡയസ്കോറസ് തിരുമേനിയുടെ ഓർമ്മയാണ്. അതുപോലെ രഞ്ജിൻ ജോൺസ് എന്ന ഒരു ചെറുപ്രായത്തിലുള്ള മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിയ എന്ന മകൾ, വൈഫ്, കുഞ്ഞിനെ വേണ്ടി പ്രത്യേകം ഓർക്കുന്നു. PM ജോർജ്, തോമസ് ടി ജോൺ, ലീലാമ്മ തോമസ് പൂതക്കാലിൻ, അനുഷ 28 വയസ്സുള്ള അനുഷ MBBS-ഉം സിവിൽ സർവീസും പാസ്സായി വാഹന അപകടത്തിൽ ദേവസന്നിധിയിലേക്ക് പോയി. അമ്മകളുടെ ആത്മാവും ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. TP എബ്രഹാം, തങ്കമ്മ ജോർജ് കുട്ടി, AG തോമസ്, റേച്ചൽ മാറ്റി ഇവർക്ക് വേണ്ടി ആത്മാക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇമ്പമുള്ള പരദീസയിൽ പാർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദുഃഖിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോൺജിനൂസ്, കുറിയാക്കോസ് സഹദ, യൂലിത അമ്മ ഇവരുടെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ റീകൺസ്ട്രക്ഷൻ ഇരിക്കുന്ന എല്ലാ ചർച്ചസിനും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഗ്രിഗോറിയസ് ചർച്ചകളുണ്ട്. ഹ്യൂസ്റ്റൺ, അറ്റ്ലാന്റയിലുള്ള ചർച്ചുണ്ട്. പൂർത്തിയാക്കിയ ചർച്ചസിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എല്ലാം പൂർത്തിയാക്കാനുള്ള ചർച്ചസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരാധന ഏറ്റവും പ്രധാനമാണെന്നും ദൈവനാമ മഹത്വത്തിനായി ആരാധനയിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് നാം വിശ്വസിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി തീരണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വോളണ്ടറി സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവയിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുവാനും നമ്മെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കാം. വിട്ടുപോയ കാര്യങ്ങളും ദൈവസന്നിധിയിൽ വായിക്കുന്നു. എല്ലാം ഒന്നുകൂടി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഏലിയാമ്മ പുന്നസാണ് പ്രാർത്ഥിക്കുന്നത്. ഏലിയാമ്മ പുന്നസിനെയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഏലിയാമ്മ പുന്നസ് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനുമായ സ്നേഹവാനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഉച്ചയായ സമയത്ത് ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ തലകളെ വണക്കി ഒരേ ഹൃദയത്തോടുകൂടി നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു കർത്താവേ. നീ വലിയവനും വിശ്വസ്തനുമായി ഞങ്ങളെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു നാഥാ. 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ നീ എഴുന്നള്ളി വരുമെന്ന് ഞങ്ങൾക്ക് നീ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ കർത്താവേ. അതാ ഞങ്ങളുടെ ശബ്ദം നീ കേൾക്കണമേ കർത്താവേ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലയിൽ വെള്ളവും ഞങ്ങളുടെ കണ്ണിൽ കണ്ണുനീര് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനഭാരമില്ലാതെ പ്രാർത്ഥിപ്പാനായിട്ട് അടിയങ്ങൾക്ക് ഇടയാകരുതേ കർത്താവേ. ആ കാൽവറി ക്രൂശിലേക്ക് നോക്കി വിളിച്ചുകൊണ്ട് കർത്താവെ, ആണിപ്പിടുത്തുള്ള ആ കൈകാലുകളെ നോക്കിക്കൊണ്ട് ആ കുരിശിന്റെ അടയാളത്തിൽ വിശ്വസിച്ച് അടിയങ്ങൾക്ക് ജീവിപ്പാനായിട്ട് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്നുള്ള ആ വലിയ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുവാനായിട്ട് തിരുസന്ധിയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും ഈ സമയം ഓർക്കുന്ന കർത്താവെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു നാഥാ.
എത്ര ഭാരം നിറഞ്ഞ ലോകമാണിതെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. എത്ര ആളുകൾ വേദനയിൽ കഴിയുന്നെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. പലപ്പോഴും ഞങ്ങൾക്ക് കാണുവാനത് സാധിക്കുന്നില്ലപ്പാ. എങ്കിലും ദൈവമേ, നീ സകലതും കാണുന്നവനാണല്ലോ. അവിടുത്തെ കണ്ണ് അവിടുന്ന് അടഞ്ഞിരിക്കില്ലല്ലോ അപ്പച്ച. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരുത്താത്തവനായ ദൈവമേ, എല്ലായിടങ്ങളിൽ നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളുടെ പേരുകൾ വായിച്ചു കർത്താവേ. ഭാരങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുടെ പ്രയാസങ്ങളൊക്കെ വായിച്ചു കേട്ട് കർത്താവേ, അതിലെ തൈലം കൊണ്ട് രോഗാവസ്ഥയൊക്കെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ആഗ്രഹങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരോട് എല്ലാം നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥന കേൾക്കുന്നവനാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകുന്നവനാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾ കേട്ട കർത്താവേ, സ്വപ്ന കൊച്ചമ്മയുടെ കർത്താവെ സാക്ഷ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകൾ ചെയ്യുന്ന വേല കർത്താവെ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ മകളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ അവരുടെ പ്രയാസങ്ങളിലൊക്കെയും സഹായിപ്പാൻ തക്കവണ്ണം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കൂടുതൽ അനുഗ്രഹമുള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന വേലകളൊക്കെയും കർത്താവെ അവിടുത്തെ ഹിതം മാത്രമാണെന്ന് അറിഞ്ഞ് മറ്റുള്ളവരെ സഹായിപ്പാൻ നിന്റെ മകളെയും കൂട്ടുകാരെയും ഒക്കെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ വളർച്ചയ്ക്ക് അവരെ നീ ഉപകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുവാനായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് ഓർക്കുന്നു. അതാ ഈ കൂട്ടായ്മയിൽ തലവടങ്ങിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ വിശ്വസ്തനാകിയാൽ വീണ്ടും നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഭദ്രാസനത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭദ്രാസന മെത്രാപ്പോലീത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നടക്കുന്ന എല്ലാ സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നടക്കുവാൻ പോകുന്ന കർത്താവെ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുന്നവർക്കൊക്കെയും അനുഗ്രഹമായിരിക്കാൻ കർത്താവിന്റെ കരങ്ങളിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നടത്തിപ്പുകാരനായിട്ട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കാനാവിലെ കല്യാണ വിരുന്നിൽ കർത്താവെ നീ ഉണ്ടായിരുന്നത് കൊണ്ട് സാന്നിധ്യം അറിഞ്ഞതുപോലെ ആ എല്ലാ ഇടങ്ങളിലും അടുത്ത് കർത്താവിന്റെ കൃപ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഭംഗിയായി നടത്തുവാൻ തക്കവണ്ണം കർത്താവെ പ്രവർത്തിക്കുന്ന എല്ലാവരിലും നിന്റെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഴിമതിയെ ഉപേക്ഷിക്കാത്തവനായ കർത്താവേ, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ലെന്ന് അവിടെ നിർലിച്ചിരിക്കുന്നല്ലോ അപ്പച്ച. വീണ്ടും വീണ്ടും നിന്റെ സന്നിധിയിൽ ഓരോ എല്ലാത്തിനുമായിട്ട് നന്ദി പറയുന്നു കർത്താവേ. തന്നിരിക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവേ, ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും അറിയുന്ന കഷ്ടത അനുഭവിക്കുന്നവർ അനേകർ ഉണ്ടല്ലോ നാഥാ. എന്റെ കർത്താവേ, രാജ്യം ഭരിക്കുന്നവരിലൊക്കെയും അവിടുത്തെ ആ സമാധാനം നീ നൽകണമേ. ആ ശലോമോന് കൊടുത്തതുപോലെയുള്ള ബുദ്ധിയും കർത്താവെ ഞാനും അറിയും കൊടുത്ത് കർത്താവ് യുദ്ധത്തിനൊക്കെയും ഒരു ശമനം നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഗ്യമാം വിധം ചിന്തിപ്പാൻ അവരിൽ നീ പ്രവർത്തിക്കണമേ അപ്പച്ച. കഷ്ടതനുഭവിക്കുന്ന അനേകം മനുഷ്യരുണ്ടല്ലോ കർത്താവെ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്ന് കർത്താവേ, ഞങ്ങൾ ഏത് സ്ഥാനത്തായിരുന്നാലും അങ്ങേ സാക്ഷീകരിപ്പാൻ ഞങ്ങൾക്ക് ഇട നൽകണമേ. നല്ല സാക്ഷ്യം വഹിപ്പാൻ, മറ്റുള്ളവരെ സഹായിപ്പാൻ, അവരുടെ പ്രയാസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ കണ്ണടച്ച് കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണു തുറന്ന് കർത്താവെ ഉള്ളതിൽ നിന്ന് മറ്റുള്ളവരെ സഹായിപ്പാൻ ഞങ്ങളുടെ എല്ലാ സമൂഹത്തെയും ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വരവേറ്റു അടുത്തിരിക്കുന്നു ഞങ്ങൾ അറിയുന്നത് അതാ. എണ്ണ തേടിപ്പോയ കന്യമാരെ പോലെ ആയി തീർന്നു പോകാതെ കർത്താവേ നിറഞ്ഞ വിളക്കുമായിട്ട് അങ്ങേതിരേൽപ്പാൻ നീ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. പ്രത്യാശയുള്ള ഒരു ജീവിതം നയിപ്പാൻ നീ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥന കേൾക്കുന്നവനാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ വിളി കേൾക്കുന്നവനാകിയാൽ സ്തോത്രം. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ തലമുറയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ചാ, അവിടുന്ന് നായകനായി കൂടെ ഇരുന്ന് നടത്തിക്കൊള്ളണമേ. കുഞ്ഞുങ്ങളോടൊക്കെ കർത്താവേ കരുണ കാട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം ഭാരങ്ങളിൽ കൂടി പോകുന്ന മാതാപിതാക്കളുണ്ടല്ലോ കർത്താവേ, അവിടുന്ന് ആശ്വാസം അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അയക്കണമേ പച്ച, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു പ്രാവശ്യം കൂടി നിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ തന്ന ഈ ദിവസത്തിനായിട്ട് വീണ്ടും സ്തോത്രം അപ്പ. അടിയങ്ങൾ വീണ്ടും കൂടുന്നതുവരെ അപ്പച്ച അവിടുത്തെ തിരുച്ചിറകിൽ അടിയങ്ങളെ മറച്ചു കൊള്ളണമേ. പ്രത്യാശയോടുകൂടി കർത്താവെ അങ്ങേതിരേൽപ്പാൻ നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്മയും വിനയമായിട്ട് പൊന്നുകാരങ്ങളിൽ ഏൽപ്പിക്കുന്ന പച്ചാപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ താഴ്മയായി യാചിക്കുന്ന നാഥാ, കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ബറക്കുമോർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസവും നമ്മളെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും
വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവുകളിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ജയമോൾ ചെറിയ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ DSWA ഫ്രൈഡേ പാസ്റ്റിംഗ് പ്രയർ നടത്തുവാൻ തക്കവിധം നമ്മെ ഒരുക്കിയ സർവശക്തിന് നന്ദിയും സ്തുതിയും കരയറ്റുന്നു. നമ്മുടെ ഇടയശ്രേഷ്ഠനായ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയോടുള്ള നന്ദിയും ആദരവും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. DSWA MMES വൈസ് പ്രസിഡന്റും ഈ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഇത്തരുണത്തിൽ അറിയിക്കുന്നു. നമ്മൾക്ക് നല്ല ഒരു ഡിവോഷണൽ മെസ്സേജ് തന്ന് നമ്മെ അനുഗ്രഹിച്ച ഹീലിംഗ് പ്രസൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ നടപ്പാക്കാമെന്നതിനെക്കുറിച്ച് വിശദമായി നമുക്ക് നല്ലൊരു മെസ്സേജ് തന്ന സ്വപ്ന മാത്യൂസ് കച്ചമ്മയോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രയറിൽ ബൈബിൾ റീഡ് ചെയ്യുകയും പാട്ടുകൾ പാടുകയും മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്ത സെന്റ് ഗ്രിഗോറിയോസ് കത്തീഡ്രൽ ബെൽവുഡ് മെമ്പേഴ്സായ ആൻ ജേക്കബ്, സാറ പുഴിക്കുന്നൽ, അതുല്യ ദീപക്, ഏലിയാമ്മ പുന്നൂസ് എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാ യൂണിറ്റ് സെക്രട്ടറിമാരോടും എല്ലാ റീജിയണൽ സെക്രട്ടറിമാരോടും DSWA MMES ട്രഷറർ ഷീന പുന്നൂസ്, സെക്രട്ടറി ഷിനി കുര്യൻ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രയറിന് നേതൃത്വം കൊടുത്ത എല്ലാ കാര്യങ്ങളും ചിട്ടയോടും ഭംഗിയോടും വളരെ കൃത്യമായി വേണ്ട ഇൻസ്ട്രക്ഷൻസ് നൽകി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ സ്നേഹനിധിയായ എലിസബത്ത് ആന്റിയോടുള്ള സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ പ്രയറിൽ ജോയിൻ ചെയ്ത എല്ലാ മെമ്പേഴ്സിനോടും വളരെ സ്നേഹത്തോടും ആദരവോടും നന്ദി അറിയിക്കുകയും പരിശുദ്ധ അമ്മയുടെ ശരണത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ വാക്കുകൾ ചുരുക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജയമോൾ.